ഹലോ ഗൈസ്, നമ്മുടെ നിലത്തിപ്പോരിൻ്റെ ഏറ്റവും ലാസ്റ്റ് പാട്ടാണിത്. ഫസ്റ്റ് 2 പാട്ട് കണ്ടിട്ട് ഒരു ദയവായി കണ്ടിട്ട് വരിക. ഇത് 3ാമത്തെ പാട്ടാണ്. ഇനി നമ്മുടെ ദാരികന് ഒരു രക്ഷയുമില്ല. കാരണം ദേവി യുദ്ധം ജയിച്ചു തുടങ്ങി എന്നുള്ള കാര്യം ദാരികന് മനസ്സിലാക്കി തുടങ്ങി. ദേവിയുടെ ഭടന്മാരുടെ ഒരു ആഘോഷം നമുക്ക് കാണാം. കാരണം യുദ്ധം ജയിക്കും എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ദേവിയുടെ ഭടന്മാർക്കായി. നിലം ചുവപ്പായി, അന്തരീക്ഷം തീയായി, ഭദ്രകാളി വീണ്ടും മുന്നേറി. ദാരികൻ വിറച്ച് നിലം പതിക്കുന്നു. കാരണം എന്ന് പറയുമ്പോൾ ദേവിയുടെ ആ ഒരു കോപവും എല്ലാം കൊണ്ടും ദാരികൻ മൊത്തത്തിൽ പേടിച്ചു തുടങ്ങി. പക്ഷേ കാളിയുടെ മണ്ണിൽ കരുണയില്ല. വാൾ കയ്യിലെടുത്ത് ദാരികൻ്റെ തല വെട്ടാം എന്ന് ദേവി ഉറപ്പിച്ച് ദാരികൻ്റെ തലയെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അതായത് നിലത്തിപ്പോരിൻ്റെ ഏറ്റവും അവസാന ഭാഗം, അതായത് ദേവി യുദ്ധം ജയിക്കുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. നിലത്തിലെ 7 പോരിനൊടുവിൽ ദാരികൻ്റെ തല ദേവി വെട്ടിയെടുക്കുന്നു. ചക്രം പോലെ വിച്ഛേദം. ദാരികൻ്റെ തല നിലത്തേക്ക് വടിവാളുകൊണ്ട് ദേവി ദാരികൻ്റെ തലയെടുക്കുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. കാട്ടാലമ്മ 7 വർഷത്തിന് ശേഷം നിലത്തിറങ്ങിയ ദിവസം ദാരികൻ്റെ തല വെട്ടിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഭൂമി വിറച്ച്, ആകാശം വിളച്ചു, ഭൂതഗണങ്ങൾ ചിരിച്ചു, വിജയഗീതം മുഴങ്ങിത്തുടങ്ങി. നിലത്തിൽ പാമ്പുകളും ഭൂതന്മാരും എല്ലാവരും ദേവിയുടെ ആഘോഷത്തിൽ അതിസുന്ദരമായിട്ടുള്ള, അതായത് നമ്മുടെ ദാരികൻ്റെ തല വെട്ടിയെടുക്കുന്ന ദൃശ്യം എല്ലാവരും കണ്ട് സന്തോഷപ്പെടുകയാണ്. കാരണം എന്ന് പറയുമ്പോൾ 7 യുദ്ധം കഴിഞ്ഞ് ദേവി ദാരികൻ്റെ തല വെട്ടിയെടുക്കുന്നത് എല്ലാവർക്കും ഒരു ഉത്സവ ലഹരിയായി മാറി തുടങ്ങി. ഭദ്രകാളി സ്നേഹത്തിൻ്റെ തീയാണ്. നീതിയുടെയും ശക്തിയുടെയും പ്രതീകമാണ് ഭദ്രകാളി. ഇന്നേ വരെ നിലത്തിപ്പോര് എന്നുള്ള പേരിൽ ഈ യുദ്ധം നടന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.